എല്ലാവർക്കും ജയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ചൂട് സമയത്ത് തണുപ്പിച്ച് കുടിക്കത്തക്ക രീതിയിലുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഈ പാലൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. പാലൊന്ന് ചൂടായി വരട്ടെ. പാല് ചൂടായിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് അര ഗ്ലാസ് പാലിഞ്ഞെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അര ഗ്ലാസ് പാലിലേക്ക് കസ്റ്റേർഡ് പൗഡർ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പം 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ട് നല്ലതുപോലെ കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം. ഇങ്ങനെ കട്ടയില്ലാതെ കലക്കിയെടുക്കണം. പാല് നന്നായി തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ 2 ടേബിൾ സ്പൂൺ ചവ്വരി കുതിർത്തത് ഇട്ട് കൊടുക്കാം. കുതിർത്തതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് പാലിളക്കി കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത ചവ്വരി ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കട്ടെ. വളരെ പെട്ടെന്ന് തയ്യാറാക്കി ഇത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. മധുരം പിന്നെ അവരവരുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ചേർത്ത് കൊടുത്ത ചവ്വരിയും കസ്റ്റേർഡ് പൗഡർ നമ്മൾ പാലിനകത്ത് കലക്കി വെച്ചിരുന്നല്ലോ, അത് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും നല്ലപോലെ വെന്ത് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം. ഈ സമയത്ത് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, ഒരു 2 ടീസ്പൂൺ. അതല്ല പഞ്ചസാരയെങ്കിൽ പഞ്ചസാര. ഇത് രണ്ടും കൂടി ചേർക്കണ്ട. ഒന്നുകിൽ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ പഞ്ചസാര. അത് മധുരം അവരവരുടെ ആവശ്യം അനുസരിച്ചേ ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊരു 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല തണുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂടുതലിട്ട് തിളപ്പിക്കേണ്ട, എല്ലാം വെന്ത്. ഇതാണ് അതിൻ്റെ പരുവം. ഇനി തണുക്കുമ്പോൾ ഒന്നുകൂടി കുറുകും. എന്നിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ചേർക്കാം. നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊടിച്ച് ചേർക്കാം. അത് ഉണ്ടെങ്കിൽ മാത്രം മതി. ഇത് ഇങ്ങനെ തണുപ്പിച്ച് കുടിച്ചാൽ നല്ല ടേസ്റ്റാണ്. തണുത്തതിന് ശേഷം ഞാനൊരു കുപ്പിപ്പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ എന്തോ വാങ്ങിയതിരിപ്പുണ്ടോ അത് മതി. ഏതെങ്കിലും ഒരു ഐറ്റം ആയാലും മതി. നമുക്ക് ഇത് കുടിക്കുമ്പോഴുണ്ടല്ലോ ഒന്ന് ചവച്ച് കുടിക്കാൻ വേണ്ടി ഇതൊന്ന് ഇട്ടാൽ നല്ലതായിരിക്കും. അതല്ല ഡ്രൈ ഫ്രൂട്ട് ഇരിപ്പുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇങ്ങനെ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കട്ടെ. ഇതാണ് അതിൻ്റെ പരുവം. നമുക്ക് ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കണം. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ചെറിയ മക്കളും വലിയ മക്കളും ഒക്കെ വരുമ്പോഴേ അവർ ക്ഷീണിച്ചല്ലേ വരുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം നമ്മളിങ്ങനെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് ഇങ്ങനെ കണ്ട് കുടിക്കണം. തണുപ്പിച്ച് കുടിച്ചാൽ നല്ല ടേസ്റ്റാണ്. നമ്മളിങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഓക്കെ, എന്ത് ടേസ്റ്റാണ്! ഈ കാണുന്ന പോലുള്ള ടേസ്റ്റുമാണ്. എല്ലാവരുടെയും വീട്ടിൽ ചെയ്ത് കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ചൂടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണമേ. എൻ്റെ ഈ സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് തോന്നുന്നു. സൂപ്പർ ടേസ്റ്റാണ്. വലിയ മധുരമില്ല. നമുക്ക് കുടിക്കാൻ പറ്റിയ മധുരമേ ചേർക്കാവുള്ളൂ. മധുരം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിത് വലിയ മധുരം ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകല്ലേ.